നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. ഞാനൊരു സംഗീത അധ്യാപികയാണ്. എൻ്റെ ചാനൽ ഉമാ മഹേശ്വരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്മനാഭ പാഹി ദീപസാര, 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 ഗുണവസന ശൗരേ പത്മനാഭ പാഹി ദീപസാര, ഗുണവസന ശൗരേ പത്മനാഭ പാഹി ദീപസാര, ഗുണവസന ശൗരേ പത്മനാഭ പാഹി ഗുരുവായൂരപ്പ, നാരായണ, അഖിലഗുരു ഭഗവൻ നമസ്തേ. ഞാനിന്നിവിടെ ഹരിനാമ കീർത്തനത്തിലെ 16-ാമത്തെ ശ്ലോകമാണ്, അതിൻ്റെ അർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇക്കണ്ട വിശ്വമതും ഇന്ദ്രാദി ദേവകളും അർക്കേന്തു വന്യകളൊടുക്കും ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിൻ മൂലമക്ഷരവും ഓർക്കാറുമായി വരിക നാരായണായ നമഃ. ഇവിടെ വിവിധ രൂപത്തിൽ കാണുന്ന പ്രപഞ്ചവും ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരും സൂര്യൻ, ചന്ദ്രൻ, അഗ്നി ഇവരോടൊത്ത് ത്രിമൂർത്തികളും വിവിധ രൂപത്തിൽ വിളങ്ങുന്ന അല്ലയോ വിരാട് പുരുഷ, അങ്ങയെ ഓർമ്മിക്കുമാറാകണം. തുടർന്ന് അങ്ങേക്കും കാരണമായി വർത്തിക്കുന്ന അക്ഷരബ്രഹ്മത്തെയും ഓർക്കാനും അനുഗ്രഹം ഉണ്ടാകണം. ഹരിനാരായണനായിക്കൊണ്ട് നമസ്കാരം. ഇവിടെ വിരാട് സ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. വിരാട് രൂപം, ഭഗവാന്റെ വിരാട് രൂപം. ഒരേ സത്യരൂപത്തിൽ രൂപം കൊണ്ട വിവിധ ദൃശ്യങ്ങളാണ് പ്രപഞ്ച ഘടകങ്ങൾ. അതുകൊണ്ട് ഒരു ഈശ്വരൻ്റെ അവയവങ്ങളാണ് ഇവയെല്ലാം. അതായത് നമ്മുടെ വിരാട് പുരുഷൻ്റെ പാദം മുതൽ ശിരസ് വരെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മുടെ പ്രപഞ്ചവുമായിട്ട് ആണ് സാമ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാ അവയവങ്ങളും നമ്മുടെ പ്രപഞ്ചങ്ങളിൽ പല പല രൂപങ്ങളിൽ ജീവജാലങ്ങളായിട്ട് കാണുന്നു എന്നാണ് പറയുന്നത്. കൂടാതെ നമ്മുടെ 14 ലോകങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇവിടെ ഈ വിരാട് രൂപത്തിലൂടെ പറയുന്നത്. ഭഗവാന്റെ വിരാട് പുരുഷന്റെ പാദത്തിന്റെ അടിവശമാണ് പാതാളം. പാതാളം ഉപ്പൂറ്റിയും പുറവടിയും ചേർന്നതാണ് രസാതലം. അപ്പം ഓരോ ലോകങ്ങളാണ്. പാതാള ലോകം എന്താണ്? വിരാട് പുരുഷന്റെ പാദത്തിന്റെ അടിവശം. ഉപ്പൂറ്റിയും പുറവടിയും ചേർന്നതാണ് രസാതലം. രസാതലം എന്ന ഒരു ലോകം ഉണ്ട്. മുട്ടുകൾ രണ്ടുമാണ് സുതലം, അതും ഒരു ലോകമാണ്. ഈ ഭാഗങ്ങളും ഈ ലോകങ്ങളെ കുറിച്ചൊന്നും നമുക്കറിയില്ല. കാരണം നമ്മൾക്കാകെ അറിയാവുന്ന 3 ലോകങ്ങളാണ്. എന്താണ്? ഭൂമി, സ്വർഗം, പാതാളം. കാരണം ഭഗവാൻ തന്നെ 3 അടി അളന്നെടുത്തത് കാരണം നമുക്ക് ആ വക കാര്യങ്ങൾ കൃത്യമായി അന്നും ഇന്നും അറിയാം. പക്ഷെ നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ ഭഗവാന്റെ ശരീരഭാഗങ്ങളിലൂടെ നമ്മൾ അറിയുന്നത്. മുട്ടുകൾ രണ്ടുമാണ് സുതലം. വിതലവും അതലവും ചേർന്നതാണ് 2 തുടകൾ. അപ്പൊ വിതലം, അതലം എന്ന് പറയുന്നത് ഭഗവാന്റെ 2 തുടകളാണ്. അരക്കെട്ട് ഭൂതലം, പൊക്കിൾ പ്രദേശം നഭസ്ഥലം, അങ്ങനെയും ഒരു ലോകമുണ്ട്. മാർവിടം സ്വർലോകം. അപ്പൊ സ്വർലോകം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ പുണ്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വർഗലോകത്ത് പോയി സുഖിക്കാം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. കഴുത്ത് മഹർലോകം.
അപ്പോൾ ഭഗവാന്റെ ഓരോ അവയവങ്ങളെക്കുറിച്ച് പറയണം. മുഖം ജനലോകം, നെറ്റി തപോലോകം, ശിരസ് സത്യലോകം. ഇങ്ങനെ 14 ലോകങ്ങളും വിരാട് പുരുഷന്റെ അവയവങ്ങളാണ്. ഇനി തേജോമയന്മാരായ ഇന്ദ്രാദി ദേവന്മാർ വിരാട് പുരുഷന്റെ കൈകളാണ്. ദിക്കുകൾ ചെവികൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഭഗവാന്റെ ദിക്കാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ഏത് ദിക്കിൽ നിന്ന് പറഞ്ഞാലും എന്ത് കാണും? ഭഗവാൻ അത് കേൾക്കും. അതാണ് ദിക്കുകളൊക്കെ എന്താണ്? ചെവികളാണ്. ശബ്ദമാണ് ശ്രവണേന്ദ്രിയം, അല്ലേ? ഇപ്പം ശ്രവണേന്ദ്രിയത്തിലൂടെ ഇതെല്ലാം കേൾക്കുന്നത്, ശബ്ദം കേൾക്കുന്നത് നമ്മൾ. ഇവിടെ ഇന്ദ്രിയവും വിഷയവും ഒന്ന് തന്നെയാണ്. അതായത് ഇന്ദ്രിയം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ്, അതിൻ്റെ വിഷയങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്. തേജോമയന്മാരായ അശ്വിനി ദേവന്മാരാണ് നാസികകൾ. അപ്പോൾ അശ്വിനി ദേവന്മാരൊക്കെ നല്ല ഭംഗിയുള്ളവരാണ്, അറിയല്ലോ. അപ്പോൾ ഭഗവാന്റെ നാസികയുടെ പ്രത്യേകത ആലോചിച്ച് നോക്കണം. ഗന്ധമാണ് ഘ്രാണേന്ദ്രിയം. ഇപ്പം ഓരോ ആൾക്കാരാണ്, ഓരോ വിഭാഗക്കാരാണ് ഈ ഇന്ദ്രിയങ്ങളായിട്ട് ഇവിടെ ഭഗവാനിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഈ ശ്രവണവും രുചിയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇന്ദ്രിയങ്ങൾ തന്നിരിക്കുന്നത്. പക്ഷേ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെല്ലാം ഓരോരോ ഭാഗക്കാർ, ഓരോരോ ആൾക്കാർ, ഓരോ വിഭാഗങ്ങളായിട്ടാണ് വരുന്നത്. അവരുടെ ആണ് ഈ ഇത് ഓരോ ഇത് ജ്ഞാനങ്ങൾ അവർ ശ്രവണേന്ദ്രിയമായിട്ടും അല്ലെങ്കിൽ പിന്നെ എന്തുവാ ഇപ്പോൾ പറഞ്ഞില്ല ഇവിടെ ചെവികൾ, ശബ്ദം ചെവികളായിട്ട് വരുന്നത് ആരാണ്? വിരാട് പുരുഷന്റെ കൈകളാണ് ദിക്കുകൾ. ചെവികൾ വിരാട് പുരുഷന്റെ ഇന്ദ്രാദി ദേവന്മാർ വിരാട് പുരുഷന്റെ കൈകളാണ്. ദിക്കുകളാണ് ചെവികൾ. ശബ്ദമാണ് ശ്രവണേന്ദ്രിയം. ഇവിടെ ഇന്ദ്രിയവും വിഷയവും ഒന്ന് തന്നെ. തേജോമയന്മാരായ അശ്വിനി ദേവന്മാരാണ് നാസികകൾ. ഗന്ധമാണ് ഘ്രാണേന്ദ്രിയം. അതായത് ഘ്രാണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പണം പിടിക്കുന്ന ഘ്രാണം, അതാണ് ഗന്ധം. അഗ്നിയാണ് വായ്. മനസ്സിലായല്ലോ വായിൽ നിന്ന് എന്താ വരുന്നതെന്ന്. അന്തരീക്ഷമാണ് സൂര്യനാണ് നയനേന്ദ്രിയം. അതായത് നമ്മള് കണ്ണുകൾ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. രാത്രിയും പകലും കൺപോളകൾ. ഭ്രൂഭംഗമാണ് ബ്രഹ്മാവിന്റെ ഇരിപ്പിടം. ജലമാണ് നാക്ക്. രസമാണ് ജിഹേന്ദ്രിയം. വേദങ്ങൾ ശിരസാണ്. യമനാണ് ദംഷ്ട്ര. സ്നേഹ കലകങ്ങളാണ് പല്ലുകൾ. പല്ലുകളാണല്ലോ നമ്മളെ ഈ മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്നതും സ്നേഹിപ്പിക്കുന്നതും. ചിരിപ്പിച്ച് സ്നേഹിപ്പിക്കും, ദേഷ്യം വന്ന് സംസാരിച്ച് പല്ല് അടിച്ച് സംസാരിച്ച് വെറുപ്പിക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളാണ് ആ പല്ലുകൾ. അതാണ് ആ ഭഗവാന്റെ പല്ലുകൾ. അത് തന്നെയാണ് ഇതെല്ലാം. ധർമ്മ അധർമ്മങ്ങളെല്ലാം ഇവിടെ എല്ലാം നടക്കുന്ന ഒന്നിൽ നിന്ന് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ജനങ്ങളെ മതിപ്പിക്കുന്ന പുഞ്ചിരിയാണ് മായ. അതായത് മായ നമ്മൾ കാണുന്ന ഈ പ്രകൃതി ആ ഭഗവാന്റെ പുഞ്ചിരിയാണ്. കടാക്ഷ വിക്ഷേപമാണ് സൃഷ്ടി. കടക്കണ്ണ്, കടാക്ഷം. ലജ്ജ മേൽചുണ്ട്. ലോഭം കീഴ്ചുണ്ട്. ധർമ്മം മാറിട. അധർമ്മം മുതുക്. പ്രജാപതി ജനനേന്ദ്രിയവും മിത്രവരുണന്മാർ വൃഷണങ്ങളുമാണ്. സമുദ്രം വയറും പർവ്വതങ്ങൾ എല്ലുകളുമാണ്. നദികൾ നാഡികളും വൃക്ഷങ്ങൾ രോമങ്ങളുമാണ്. വായു പ്രാണനും. കാലം കാലം നടത്തയുമാണ്. കാരണം ഗുണപ്രവാഹമാണ് പ്രവൃത്തി. വിരാട് പുരുഷന്റെ തലമുടിയാണ് മേഘങ്ങൾ. മനസ്സിലായല്ലോ? മേഘങ്ങളെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഭഗവാന്റേതാണ്. കാരണം ഏത് കാര്യവും നമ്മൾ ഇവിടെ കാണുന്നതെല്ലാം ഭഗവാന്റെ. അതായത് കാരണനുണ്ട്, എല്ലാം ഒന്നാണ്, എല്ലാം ഒന്നിൽ നിന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്നും ഈ എല്ലാം നമ്മളെല്ലാത്തിനെയും ഭഗവാനെ വണങ്ങുന്നത് പോലെ വണങ്ങണം, അല്ലെങ്കിൽ ഭഗവാനെ കാണുന്ന രീതിയിൽ കണ്ട് അതിനെ ആദരിക്കണം. അതാണ് ഇവിടെ ഈ ഇതെല്ലാം നമ്മളെ ഒരു രൂപത്തിൽ നമ്മളിങ്ങനെ ശ്രദ്ധിപ്പിക്കുന്നത്. സന്ധ്യയാണ് വസ്ത്രം. വസ്ത്രത്തിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ. അവ്യക്തം ഹൃദയവും ചന്ദ്രൻ മനസ്സാണ്. മനസ്സിലായോ? മഹത്തത്വമാണ് ബുദ്ധി, അല്ലേ? ഏറ്റവും വലിയ തത്വം എന്നുള്ള, അതായത് ഭഗവാൻ നമ്മൾ പറഞ്ഞില്ലേ, ഭഗവാൻ എന്ന് പറയുന്ന ആ ദിവ്യത്വം അല്ലെങ്കിൽ ആ ചൈതന്യം അല്ലെങ്കിൽ ആ ബ്രഹ്മം, അതാണ് എന്താണ് ബുദ്ധി. അത് നമ്മുടെ മനസ്സിന് അതിന് മുകളിൽ വിരാജിക്കുന്ന എന്തുവാണ് ബുദ്ധി എന്ന് പറയുന്നത്, നമ്മളിലെ ഈശ്വരാംശമായി നിൽക്കുന്ന ആ ബുദ്ധി. രുദ്രനാണ് അഹങ്കാരം. കുതിര, അശ്വതരി, ഒട്ടകം, ആന തുടങ്ങിയവ നഖങ്ങളാണ്. പിന്നെ ഇവിടെ ഇത് ഞാൻ പറയുന്നതിന് കാരണം ഇത് മൊത്തം നമുക്ക് നോക്കാതെ പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, വിരാട് പുരുഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആരാണ്? നമ്മുടെ ആചാര്യൻ പറയുന്നത് ഇങ്ങനെയുള്ള ആ വിരാട് പുരുഷനായ ഭഗവാനെ
അദ്ദേഹത്തിൻ്റെ മൂലമന്ത്രമായ ആ നാരായണായ നമ എന്നുള്ള ആ ഇത് എനിക്ക് ഒരിക്കലും മറക്കാൻ ഇടവരരുത്, എന്നെ എപ്പോഴും അത് ഓർമ്മിപ്പിക്കണമേ എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നതിന് മുമ്പിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പം വിരാട് പുരുഷൻ എന്ന് പറയുമ്പം ഏതാണ്ട് എല്ലാവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും ഹരിനാമ കീർത്തനത്തിൽ അത് പറയുമ്പോൾ അതിന് കുറച്ച് വിശേഷതകളുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ അറിഞ്ഞിരിക്കണം. അറിയാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇത് നോക്കി വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഭഗവാന്റെ അവയവങ്ങളാണ്. അപ്പോൾ നമുക്ക് അവിടെ തെറ്റ് പറയാൻ പാടില്ല, ഇല്ലേ? ഭഗവാന്റെ അവയവങ്ങൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ഒരവയവം ഇല്ലെങ്കിൽ ഒന്നിവിടെ ഇല്ല. ആ ഒന്നില്ലാതെ വരുമ്പോൾ എന്തായിരിക്കും പ്രത്യേകത? അതുകൊണ്ട് ഭഗവാന്റെ എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതെല്ലാം ഓരോരോ വിഭാഗങ്ങളായി ഇവിടെ സൃഷ്ടി ചെയ്തിട്ടിരിക്കുകയാണ്. എന്തിങ്ങനെ ആ ഭഗവാന്റെ ആ ഒരുമിച്ചുള്ള, അതായത് ഭഗവാന്റെ എല്ലാമായ ഭഗവാന്റെ രൂപത്തെ ആണ് ഇവിടെ നമുക്ക് പ്രപഞ്ച സൃഷ്ടിയായിട്ട് നമുക്ക് ഭഗവാൻ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ പ്രപഞ്ച സൃഷ്ടിയിൽ കാണുന്ന ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യണം? വെറുക്കാനോ തള്ളിപ്പറയാനോ ഒന്നിനും പോകരുത്. പിന്നെ നമുക്ക് സാധിക്കുന്ന ഒന്നുണ്ട്, മനസ്സിലാക്കുക. ആ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ധർമ്മവും അധർമ്മവും ഒക്കെ ഇവിടെ ഉണ്ട്. പുലി, കടുവ, പാമ്പ് ഇങ്ങനെയൊക്കെയുള്ളവർക്ക് ഭയങ്കരമായ മാരക വിഷങ്ങളാണ്. ചില വൃക്ഷങ്ങൾ കൊണ്ട് വിഷം നമ്മൾ പറയത്തില്ലേ, ചില വൃക്ഷങ്ങളുടെ കായ കഴിക്കുകയാണെങ്കിൽ നമ്മൾ മരിച്ചു പോകും, ഇല്ലേ? ചില കണ്ണ് കാണാതായി പോകും. അങ്ങനെ ഭൂമിയിൽ കംപ്ലീറ്റും എല്ലാ ധർമ്മ-അധർമ്മങ്ങളും ചേർന്നതാണ് ഭഗവാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പെടുന്നതാണ്. അപ്പോൾ ഈ ധർമാധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വെറും ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ അധർമ്മത്തെ തള്ളിപ്പറയുന്നില്ല. അധർമ്മത്തെ എന്ത് വേണം? അതും ഭഗവാന്റെ ആണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് യോജിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളത് ഒഴിവാക്കി നിർത്തുക. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു വിരോധമോ ഒരു വൈരാഗ്യമോ ഒരു പിണക്കമോ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു പട്ടി തന്നെ നമ്മളെ കടിക്കാൻ വന്നാൽ ചിലപ്പോൾ നമ്മളെ കടിച്ചെന്നിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഭഗവാന്റെ അംശമാണെന്ന് പറഞ്ഞ് നമ്മളതിനൊന്നും ചെയ്യും. നമ്മുടെ രക്ഷയിൽ നമ്മൾ നോക്കുന്നേ. അപ്പോൾ ഭഗവത്ഗീതയിലെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അവനവൻ്റെ ആത്മരക്ഷ അതാണ് പ്രാധാന്യം. ആരാണോ നമ്മുടെ മുമ്പിൽ നമ്മളെ കൊല്ലാനോ അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കാനോ വരുമ്പോൾ അവിടെ അവസാനം നമ്മൾ നോക്കേണ്ട ഒരൊറ്റ കാര്യം നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുക. അവനവൻ്റെ ആത്മാവിനെ രക്ഷിക്കാനും ആ ആത്മാവിൻ്റെ ഉദ്ദേശത്തിനെ നടപ്പാക്കാനുമാണ് നമുക്ക് ഈ മനുഷ്യരൂപവും ബുദ്ധിയും സിദ്ധിയൊക്കെ ഭഗവാൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് പറയുന്നതിന് കാരണം ഇത് നോക്കിയേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അത് കാണാതെയൊന്നും നമ്മൾ അത്രത്തോളം ഒന്നും ആയിട്ടില്ല. കാരണം ഭഗവാനെ നമുക്ക് കാണാതെ വിവരിക്കാൻ പറ്റുമോ? ഭഗവാനെ നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല, ഇല്ലേ? അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പറയാം. അപ്പോൾ കുതിര, അശ്വതരി, ഒട്ടകം, ആന തുടങ്ങിയവ നഖങ്ങളാണ്. മനസ്സിലായല്ലോ? മൃഗങ്ങളെല്ലാം പൃഷ്ഠഭാഗമാണ്. പക്ഷികൾ ഭഗവാന്റെ ശില്പ നൈപുണ്യമാണ്. കാരണം പക്ഷികളുടെ പ്രത്യേകത എന്തെല്ലാം തരം പക്ഷികളാണ് നമ്മൾ കാണുന്നുള്ളൂ. വല്ല കാഴ്ച ബംഗ്ലാവിലൊക്കെ പോകുമ്പോഴല്ലേ നമ്മൾ കാണുന്നുള്ളൂ. അല്ലാത്തപ്പോൾ നമ്മൾ വല്ലതും കാണുന്നുണ്ട്. എന്തെല്ലാം വർണ്ണങ്ങളിലുള്ള പഞ്ചവർണ്ണ കിളിത്താത്തയെ നമ്മൾ കണ്ടിട്ടുണ്ട്. യഥേഷ്ടം കണ്ടിട്ടുണ്ടോ? ആ പക്ഷികളുടെ വർണ്ണങ്ങൾ നോക്കും. മയില്, ഇല്ലേ? മയില്, പഞ്ചവർണ്ണ കിളി, ഇങ്ങനെ തത്ത, അല്ലാത്ത തത്ത, ഇങ്ങനെ ഓരോ വിഭാഗങ്ങളുണ്ടല്ലോ. അതെല്ലാം എന്താണെന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷികൾ ഭഗവാന്റെ ശില്പ നൈപുണ്യമാണ്. മനു നിശ്ചയമാണ്. മനു എന്ന് പറഞ്ഞ ഒരു വംശമാണ്. മനു വംശം നമ്മുടെ മനുഷ്യവംശത്തിനെ കുറിച്ച് പറയുന്നതാണ് മനുവംശം. മനുഷ്യൻ വിരാട് പുരുഷന്റെ താമസ സ്ഥലം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ ജന്മങ്ങൾ, അതായത് മനുഷ്യ വിഭാഗം. വിരാട് പുരുഷന്റെ താമസ സ്ഥലം ഗന്ധർവ, അതായത് നമ്മുടെ താമസ സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുകയാണ് ഭഗവാൻ, ഇല്ലേ? അപ്പോൾ അത് തന്നെയാണ്. ഗന്ധർവ വിദ്യാധര ചരണ അപ്സരസുകളാണ്. ഗന്ധർവ വിദ്യാധര ചാരണ അപ്സരസുകളാണ് ഷഡ്ജാതി സ്വരങ്ങൾ. ഷഡ്ജാതി എന്ന് പറയുമ്പോൾ എത്രയാണ്? ആറ് സ്വരങ്ങൾ. അസുര സൈന്യം വീര്യമാണ്. ബ്രാഹ്മണർ മുഖവും ക്ഷത്രിയർ കൈയും വൈശ്യൻ ഊരുവും ശൂദ്രൻ പാദവുമാണ്. ഇവിടെ 4 ഇത് പറയുന്നുള്ള വർണ്ണ വിഭജനം. അത് അവരവരുടെ കുലത്തൊഴിൽ, അതായത് അവരവരുടെ ജന്മനാൽ കിട്ടിയിരിക്കുന്ന അവരുടെ ജോലി സംബന്ധമാണ്. അവരുടെ എന്താ പറയുക, കുലത്തൊഴിൽ എന്ന് തന്നെ പറയും. ബ്രാഹ്മണർ ഇത് പഠിക്കുന്നില്ലേ, വേദം പഠിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ മുഖം ബ്രാഹ്മണനാണ്, അല്ലേ? ക്ഷത്രിയർ കൈ, വൈശ്യൻ ഊര്, ശൂദ്രൻ പാദവുമാണ്. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ അറിയപ്പെടുന്നുണ്ടോ അതെല്ലാം വിരാട് പുരുഷന്റെ അവയവങ്ങളാണെന്ന്
കാണേണ്ടതാണ്. ഈ വിധമാണ് നമുക്ക് ബോധസ്വരൂപനായ ആനന്ദ നിധിയുമായ ഭഗവാനെ സർവത്ര നമ്മൾ ദർശിക്കുകയാണെങ്കിൽ എല്ലായിടവും എല്ലാം ഭഗവാനാണെന്ന് നമ്മൾ മനസ്സാ ചിന്തിച്ച് മനസ്സിലാക്കി ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ആ ഭഗവാന്റെ ആനന്ദനിധിയായ ഭഗവാന്റെ രൂപം ദർശിക്കുകയാണെങ്കിൽ ചിത്തം ഏകാഗ്രപ്പെട്ട് നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടും. ആ ഭഗവാനെ നമ്മൾ മനസ്സിലാക്കും. ആ ഭഗവാനിൽ നിന്നാണ് വന്ന് നമ്മളെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരാൾ നമുക്കുണ്ട്. നമുക്ക് അവിടെ എത്തേണ്ടതാണ് നമ്മുടെ യഥാർത്ഥ ധർമ്മം എന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള ആ അറിവ് ഈ വിരാട് രൂപസ്വരൂപത്തെ നമ്മൾ അതിനെ ആരാധിക്കുന്നുണ്ട്. വിരാട് രൂപസ്വരൂപം ആരാധിക്കാൻ പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? നമ്മൾ ആ വിരാട് രൂപത്തിൽ നിന്ന് വന്നതാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വര, ദേവിമാര് മറ്റുള്ള എല്ലാം ഇപ്പൊ പറഞ്ഞല്ലോ, എല്ലാം ഓരോ വിഭാഗങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതില് ഈ 3 ബ്രഹ്മ വിഷ്ണു മഹേശ്വര ഇവരെല്ലാം ഈ ഒറ്റ രൂപത്തിൽ നിന്നാണ്. അപ്പൊ നമ്മൾ പല തരത്തിലുള്ള ഇഷ്ടദേവതകളെ ആരാധിക്കുന്നവരാണല്ലോ. അപ്പൊ നമ്മൾ ആ ഇഷ്ടദേവത ആരാധിച്ച് വരുമ്പോൾ അവസാനം നമ്മൾ ആ ആരാധനാ തത്വം പഠിപ്പിക്കുന്നത് എന്താണ്? ഇതെല്ലാം ഒന്നിൽ നിന്നാണ് വന്നതെന്ന് നമ്മളെ ആ ചിത്തം നമ്മളെ പഠിപ്പിച്ചു തരും. അതാണ് പറയുന്നത്, ആത്മവിദ്യ നേടണമെങ്കിൽ നമുക്ക് നാമസങ്കീർത്തനം ഉണ്ടാവണം പറയാം. അപ്പൊ ആത്മാവിനെ അറിയണമെങ്കിൽ നാമസങ്കീർത്തനം അല്ലാതെ വേറെ ഒന്നിലും നമുക്ക് ഈ ആത്മാവിനെ നമ്മളെ സാധാരണക്കാർക്ക് ദർശിക്കാൻ പറ്റില്ല. കാരണം ദർശിക്കാന്ന് വെച്ചാൽ അനുഭവിക്കാൻ പറ്റില്ല. മറ്റുള്ളവരെല്ലാം പല തരത്തെ സാഖ്യയോഗം, അഷ്ടയോഗങ്ങൾ, എന്തൊക്കെ യോഗങ്ങൾ നമുക്കുണ്ടല്ലോ ഇത് നേടാനെടുക്കുന്നത്. ആ സന്യാസ പ്രയോഗങ്ങളിൽ ഒരുപാട് അഷ്ടാംഗ യോഗം അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അത് വളരെ ഭയങ്കരമായ കഠിനമായ രീതിയിലുള്ള ശ്രമങ്ങളാണ്. അതൊക്കെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് ആ ആത്മജ്ഞാനം അറിയണമെങ്കിൽ ആ ആത്മാവ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ വിരാട് സ്വരൂപത്തിന്റെ അംശമാണെന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്ക് എന്താവും? നമ്മളെ ഉടയവനാരെന്ന് നമുക്ക് മനസ്സിലാകുകയാണ്. അങ്ങനെ മനസ്സിലാകുമ്പോൾ ആ ഉടയവന്റെ തന്നെയാണല്ലോ ഈ കാണുന്നതെല്ലാം. ഞാൻ തന്നെയാണ് നീ തന്നെയാണ് ഞാൻ, അവൻ തന്നെയാണ് ഇവൻ, അടുത്ത് നിൽക്കുന്നതാണ് ഇവൻ. ഇതിങ്ങനെ സസ്യലതാദികള്, പൂക്കള്, ശലഭങ്ങള്, അതായത് ഈ ഇതിലുള്ള ഉറുമ്പ് മുതൽ ബ്രഹ്മദേവൻ വരെ എന്ന് പറയുന്നുണ്ട്. അത്രയും എല്ലാം നമ്മുടെ ഭഗവാന്റെ വിരാട് സ്വരൂപത്തിൽ നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഈ വിരാട് സ്വരൂപ ആരാധനയെ കുറിച്ചാണ് ഇവിടെ ആചാര്യം പറയുന്നത്. അതായത് സാധാ മനുഷ്യർക്ക് ദേവതകളും ഒരുപാട് ദേവിമാരും ഒക്കെ മുന്നിൽ കിടക്കുമ്പോൾ നമ്മളുടെ ഏകാഗ്രത ഒന്നിലേക്ക് എത്തിക്കണം. അതായത് ഇതിന്റെ പരമമായ സത്യം, പരബ്രഹ്മം എന്ന് പറയുന്ന ഊർജം തന്നെയാണ്. ആ ഊർജത്തിലേക്ക് നമ്മളെ എത്തിക്കാനാണ് അവരവരുടെ ഇഷ്ടദേവതകളെ കൊടുത്തിട്ട് അതിലൂടെ ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളെ മനസ്സിൽ ആ അറിവ് ആ ദേവത നമുക്ക് തരും. ആ ദേവത എന്ന് പറയുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒറ്റ എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എത്താനാണ് ഈ വിരാട് സ്വരൂപത്തെ കുറിച്ച് ഇവിടെ ആചാര്യൻ നമ്മൾ പറഞ്ഞിങ്ങനെ വ്യക്തമാക്കുന്നത്. അതാണ് ഈ കണ്ട വിശ്വവും ഇന്ദ്രാദി ദേവകളും അർക്കേന്ദു വന്യകളും, അർക്കേന്ദു സൂര്യൻ, അഗ്നിദേവൻ, വന്യകളും ഒക്കെ ത്രിമൂർത്തികളും, ഈ 3 ത്രിമൂർത്തികളും എല്ലാം അവിടുന്ന് തന്നെയാണ്. അത് തന്നെയാണ് വിരാട് സ്വരൂപം തന്നെയാണെന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നമ്മുടെ ആചാര്യൻ ഇവിടെ. അപ്പൊ ഇക്കണ്ട വിശ്വമത് ഇന്ദ്രാദി ദേവകളും അർക്കേന്ദു വന്യകളോടൊക്കും ത്രിമൂർത്തികളും അതിനും മേൽ അഗ്രേ വിരാട് പുരുഷ നീ മൂലമക്ഷരവും. എന്താണ്? ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവ. അത് നമ്മുടെ മൂലമന്ത്രങ്ങളാണ് മഹാവിഷ്ണുവിന്റെ, അല്ലേ? ഓർക്കാറുമായി വരണം എനിക്ക് എന്നും എപ്പോഴും. ആ ഓർമ്മയും ആ ജപവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിരാട് സ്വരൂപം എന്നുള്ള സ്വരൂപത്തിലൂടെ നമ്മൾ ഉപാസിച്ച് നമുക്ക് എന്താകും കിട്ടും? ഈ പ്രപഞ്ചം മൊത്തം, അല്ലെങ്കിൽ ഈ 14 ലോകങ്ങൾ, ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ആ വിരാട് സ്വരൂപമാണെന്നുള്ള ഒറ്റ തീരുമാനത്തിലൂടെ നമ്മളുടെ ലക്ഷ്യം, ഇവിടെ നമ്മുടെ ജീവന്റെ ലക്ഷ്യം ആ പരബ്രഹ്മത്തിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ടുപോകാൻ ഇത് ഉദഹിക്കും. അതിനുദഹിക്കുമാറാകണേ ഹരിനാരായണ എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ വിരാട് രൂപം എന്നൊക്കെ പറയുന്നു, എല്ലാവരും പറയുന്നു, കാണുന്നു, അതിൻ്റെ മറ്റ് വിവരണങ്ങളൊക്കെ നമ്മളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മഹാഭാരതത്തില് അല്ലെങ്കിൽ ഭഗവത്ഗീതയില് ആർക്ക് ദർശനം കിട്ടുന്നുണ്ട്? നമ്മുടെ ഈ വിരാട് രൂപം അല്ലെങ്കിൽ ഈ വിശ്വരൂപം കാണാൻ ഭാഗ്യം കിട്ടുന്നവരായ ഒരാൾ മാത്രം, അതായത് നമ്മുടെ അർജുനനാണ്, അല്ലേ? അർജുനനാണല്ലോ മഹാഭാരത യുദ്ധത്തിന്റെ ചരട്. അതായത് ആ യുദ്ധത്തിന്റെ പ്രധാന യുദ്ധം ചെയ്യേണ്ട ആള് ആരാണ്? നമ്മുടെ
അർജുനനാണ്. ആ അർജുനൻ തേർത്തട്ടില് തളർന്ന് വിവശനായി കിടക്കുമ്പോൾ ഓരോരോ യോഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മുടെ ഈ 18 അധ്യായം ഗീതാസംഗ്രഹം പറയുന്നത്. ഓരോന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ടും മനുഷ്യൻ എന്നുള്ള ആ ഒരു ഉൾക്കാഴ്ച വെച്ചിട്ട് ആർക്ക് നമ്മുടെ അർജുനന് യുദ്ധം ചെയ്യാനുള്ള മനസ്സുണ്ടാകുന്നില്ല. അവസാനം ഭഗവാൻ എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞ് പക്വതയുള്ള ആളാക്കി മാറ്റിയിട്ട് അവസാനം ആ വിശ്വരൂപം ദർശിക്കേണ്ട ഒരു കഴിവ് അർജുനന് ആക്കി. അതിനുശേഷം പറഞ്ഞു, ദാ നോക്കൂ, നിന്നോട് യുദ്ധം ചെയ്യാൻ പറയുന്ന ആൾ ആരാണ്, എന്തിനു വേണ്ടിയാണ് എന്ന് നീ നോക്കൂ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് നല്ല ബോധം ആർക്ക് വരുന്നത്? അർജുനന്. കാരണം ഭഗവാനല്ലേ ആ നിൽക്കുന്നത്. അപ്പോൾ ഭയവുമുണ്ട്, എന്നാൽ സ്നേഹമുണ്ട്. എൻ്റെ കൂട്ടുകാരനായിട്ട് നിന്ന ആളാണല്ലോ ഇപ്പൊ ഇവിടെ വിശ്വരൂപത്തിൽ ഭഗവാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കാതിരുന്ന എനിക്കത് മനസ്സിലാക്കി തന്നു. അത് കാണുമ്പോൾ ഉടനെ തന്നെ എന്താവുന്നു? ഭഗവാനെ കാണുമ്പോൾ നമ്മളല്ലാതായി മാറും. അതാണ് ഭഗവാന്റെ കഴിവ്. ഭഗവാൻ സ്വന്തം കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിക്ക് ആ യഥാർത്ഥ ആളിനെ കാണുമ്പോൾ ഒരുപാട് മാറ്റം വരും. അങ്ങനെ അർജുനൻ എന്തായി? അർജുനൻ തേർത്തട്ടിൽ നിന്ന് എണീറ്റു. കാരണം എനിക്ക് ബലമായി നിൽക്കുന്നത് ഭഗവാനാണല്ലോ. അപ്പോഴാണ് ആ ഭഗവാൻ എന്നുള്ള ആ ബോധം അർജുനന് വീഴുന്നത്. അപ്പോൾ ഒരാളെ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരാളെ ഭഗവാനെ ആരാധിക്കുന്ന ആരായാലും ശരി, അല്ലെ ഭഗവാനെ സ്നേഹിക്കുന്ന ആരായാലും ശരി, അവർക്കൊരാവശ്യം വന്നാൽ അവർ കഴിവില്ലാതെ ഏത് നിലയിലാണ് അവർ വീണു പോയാലും ഭഗവാൻ വേണ്ടി വന്നാൽ വിശ്വരൂപം കാണിച്ചും അവരെ ഉയർത്തും. അവരുടെ ജീവിത കർത്തവ്യം കർമ്മത്തിലും കടത്തി അവരെ ചെയ്യേണ്ടത് ചെയ്യിക്കും എന്ന് നമ്മൾ പഠിക്കണം. ഭഗവാനെ കണ്ടാലും കണ്ടില്ലെങ്കിലും. അതിനാണ് അർജുനനെ ആ കഥ കാണിച്ചു. ഇവിടെ ഈ ഭാഗ്യം കാണാൻ വേറൊരാൾക്കും കൂടെ ഒരു അവസരം ഉണ്ടായി. ആ ആളാരെന്ന് പറയാമോ? അതാണ് നമ്മുടെ സഞ്ജയൻ. സഞ്ജയൻ അത് കിട്ടാൻ കാരണം ഈ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കൃഷ്ണൻ വന്ന് ധൃതരാഷ്ട്ര മഹാരാജനോട് പറഞ്ഞു, അങ്ങക്ക് ഈ കണ്ണില്ലല്ലോ യുദ്ധം കാണാൻ, അങ്ങക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ദൃഷ്ടി തരാം കാണാനായിട്ട്. എവിടെ? കുരുക്ഷേത്രം കാണാം. യുദ്ധം ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന ആര് ജയിക്കുന്നു ആര് തോക്കുന്നു എങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ള കാണാം എന്ന് പറഞ്ഞു കൊടുത്തപ്പം ധൃതരാഷ്ട്രർ പറഞ്ഞു, അയ്യോ എനിക്ക് വേണ്ട, കാരണം എനിക്കത് കാണാൻ പേടിയാണ്. കാരണം സ്വന്തം മക്കളല്ലേ യുദ്ധം ചെയ്യുന്നത്, അവർക്കൊക്കെ വല്ലതും പറ്റിയാൽ കാണാൻ പറ്റുമോ? സ്വാർത്ഥനാണല്ലോ ധൃതരാഷ്ട്രർ. അതാണ് പറയണത്. അവിടെ വേറൊന്നും ഉണ്ട്, സ്വാർത്ഥന്മാർക്ക് ഒരിക്കലും ഈശ്വര സാമീപ്യം ഉണ്ടാവില്ല. അതായത് തിരിച്ചടിക്ക് മറുപടി പറഞ്ഞ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ കേട്ടാൽ എതിർക്കുന്ന വിശ്വാസമില്ലാത്തവര്, അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട് ലോകത്ത്. അവരെയൊക്കെ ഭഗവാൻ തന്നെ എന്ത് ചെയ്യും? ആ തലത്തിലേക്ക് എത്തിക്കും. കാരണം ഭഗവാന്റെ പ്രജകളല്ലേ. അവരുടെ അച്ഛനും അമ്മയ്ക്ക് എല്ലാ മക്കളും എങ്ങനെയാണ്? ഒരുപോലെയാണ്. എന്തെന്നറിയാമോ? കാരണം മോശമായാലും നല്ലതായാലും സ്വന്തം മക്കളാണല്ലേ. മക്കളെ നിലയ്ക്ക് നിർത്തേണ്ടത് അച്ഛൻ്റെ അമ്മയുടെ കടമ. അപ്പോൾ നമ്മുടെ പരംപിതാവാണ് നമ്മുടെ മഹാവിഷ്ണു. അങ്ങനെ സഞ്ജയനോട് ആ കാര്യം സഞ്ജയന് കൊടുത്താൽ മതി. അപ്പോൾ എന്താവും? സഞ്ജയൻ കണ്ടിട്ട്, സഞ്ജയനെല്ലാം ഇപ്പോൾ TV കാണുന്ന പോലെ കുരുക്ഷേത്രത്തിലെ കാണുന്നു. അത് ജ്ഞാനദൃഷ്ടിയിൽ ഇങ്ങനെ കാണുന്നു. അങ്ങനെ കാണാനുള്ള ഭാഗ്യം അത് കൊടുത്തത് നമ്മുടെ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. കാരണം സഞ്ജയൻ അത്രയും നല്ല ഒരു ആളാണ്. അതുകൊണ്ടാണ് സഞ്ജയൻ ആ ഭാഗ്യം കിട്ടിയത്. നമ്മൾ അതിന് ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ ഈ സഞ്ജയൻ എന്ത് ചെയ്തു? സഞ്ജയൻ അത് കൊടുത്തു. അതുകൊണ്ട് തളർന്നിരുന്ന അർജുനനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് സാക്ഷാൽ ഭഗവാന്റെ രൂപം കാണിച്ചപ്പോഴേ അത് കാണാനുള്ള ഭാഗ്യം സഞ്ജയന് മാത്രമാണ് കിട്ടിയത്. എത്രത്തോളം പുണ്യം ചെയ്ത ആളാന്ന് വിചാരിച്ചു നോക്കുക. അപ്പോൾ വിരാട് രൂപം ഉണ്ട്. അതിനുള്ള തെളിവുകളാണ് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നും മഹാഭാരതത്തിലായിരുന്നാലും ഭഗവത്ഗീതയിലായാലും അത് ഊന്നി പറയുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ പൂന്താനം തിരുമേനി ഭഗവാൻ ഉയർത്തി കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അവിടെ പൂജ ചെയ്യാൻ അല്ലെങ്കിൽ പൂജാ കാര്യങ്ങൾക്ക് വേണ്ടി പൂക്കൾ കെട്ടുകയും മറ്റ് സഹായങ്ങളൊക്കെ പൂന്താനത്തിൽ ചെയ്തുകൊണ്ടിരുന്ന വേലക്കാരിക്കാണ് അത് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ഭഗവാനെ കാണണമെങ്കിൽ ഭഗവാന്റേതായ കാര്യങ്ങൾ, ആ ഭഗവാനെ ചിന്തിക്കുകയും ഭഗവാന് വേണ്ടി ചെയ്യേണ്ട പ്രവൃത്തികളും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ മറ്റുള്ളവരുടെ സ്നേഹമായ പെരുമാറ്റവും ആരെയും വേറിട്ട് കാണാതെ നമുക്ക് തള്ളാൻ പറ്റില്ല, കൊല്ലാൻ പറ്റില്ലല്ലോ, ഒതുക്കി നിർത്താനും പറ്റും. ആര് നമ്മളോട് എന്ത് വെറുപ്പ് കാണിച്ചാലും അവരോടൊക്കെ നമുക്ക് ഈശ്വരനാണല്ലോ അവർ നിൽക്കുന്നത്.
അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പുറത്തിട്ട് മറുപടി ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട. ആര് നമ്മെ എന്ത് അവഹേളിച്ചാലും നമ്മൾ അതിലൊന്നും അതാണ് യഥാർത്ഥ ഭക്തൻ എന്ന് പറയുമ്പോൾ ഒരാഗ്രഹങ്ങളും ഉണ്ടാവില്ല അവന്. ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഒന്നും തോന്നില്ല, തിരിച്ച് മറുപടി ഒന്നും പറയാൻ പോവില്ല. പിന്നെ അതുപോലെ അത് വേണം ഇത് വേണം മറ്റത് വേണം എന്നുള്ളൊരു അത്യാഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. ആഗ്രഹങ്ങൾ അതാണ് ആദ്യം ഭഗവാൻ ചെയ്യുന്നത്. ഒരു ഭക്തന് കൊടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇന്ദ്രിയങ്ങൾ അതൊക്കെ ഒരു സംഭവങ്ങളൊന്നും അല്ല. ഇന്ദ്രിയങ്ങൾ നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ സ്വന്തമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ മറ്റുള്ളവർക്ക് ദ്രോഹമാവാത്ത രീതിയിൽ നമ്മുടെ ഒരു ഇന്ദ്രിയത്തിന്റെ ആഗ്രഹം കൊണ്ട് വേറൊരാൾക്ക് ഈ പ്രപഞ്ചത്തിൽ അസ്വസ്ഥതകളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് ഇന്ദ്രിയ നിഗ്രഹം. ഇന്ദ്രിയങ്ങളൊക്കെ നമുക്ക് ഏതവസ്ഥയിൽ നമുക്ക് വേണം. ഭഗവാനെ കാണാൻ ഇന്ദ്രിയം വേണം. നമുക്ക് ആ ഭഗവാനെ പൂജിക്കുന്ന നമുക്ക് അല്പം ആഹാരം കഴിക്കണം, രുചിയുള്ള ആഹാരം കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുടുംബം വേണം, കുട്ടികൾ വേണം, ഇല്ലേ, എല്ലാം വേണം. അപ്പൊ അതിനൊക്കെ ഭഗവാൻ നിയമത്തിനുള്ള നമ്മുടെ അവകാശങ്ങൾ, ഒരു മനുഷ്യജന്മത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അതിലൂടെ നടത്താം. പക്ഷേ അത് വെച്ച് മറ്റുള്ളവരിലേക്കൊരു ആർത്തിയോ ഒരു വേണ്ടാത്ത തരത്തിലുള്ള ചിന്തകളോ ഒന്നും നമുക്കുണ്ടാവരുത് എന്നുള്ളതാണ് ഭക്തിയിൽ. ഇപ്പം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 4-ാമത്തെ അധ്യായത്തിൽ കണ്ണുകൊണ്ട് കാണുന്നതിനെ കുറിച്ചൊക്കെ ആചാര്യൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ഈ എല്ലാ അവയവങ്ങളും നമുക്ക് കാണാൻ തന്നെ, നമുക്ക് ഉപയോഗിക്കാൻ തന്നെയാണ്. എങ്ങനെ? സച്ചിന്തയിൽ, അതാണ് സത്വവിചാരത്തോടുകൂടി. സത്വവിചാരം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരിൽ ഒരു ദ്രോഹമില്ലാതെ സ്വന്തം. നമ്മൾ സന്യാസിയാണെന്നൊക്കെ പറഞ്ഞിരുന്നാലും നമ്മൾ പൂജാകാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവികമായ രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും, അതാണ് 4 ആശ്രമങ്ങൾ പറഞ്ഞിരിക്കുന്നില്ലേ, ധർമാർത്ഥ കാമമോക്ഷങ്ങൾ. അപ്പോൾ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നമ്മൾ ഈ 4 തസ്തിയിലും നമ്മൾ കയറണം. ആ തസ്തിയിൽ കയറി വരാൻ ഉള്ള വഴി തിരിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദൈവം നമ്മളെന്താണ്, നമ്മൾ ജീവിച്ച് മതിയായി കുട്ടികളെ കുടുംബമായി അവരെയൊക്കെ കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇന്ദ്രിയങ്ങൾ നിഗ്രഹിക്കപ്പെടും. അല്ലാതെ ഒരുത്തരുടെ ഇന്ദ്രിയങ്ങളെ ആർക്കും നിഗ്രഹിക്കാൻ പറ്റില്ല. ഭഗവത് ചിന്ത, ഭഗവത് വിചാരം, പാദസേവ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളൊക്കെ തന്നെ താനേ മാറിക്കൊള്ളും. അതിനെ ആരെയും ഒന്നും നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ട, നമ്മൾ തനിയെ ബുദ്ധിമുട്ടണ്ട. നമ്മൾ ഇത്രയും കാലം പോയതിൽ നിന്നൊക്കെ നമുക്ക് താനേ മനസ്സിലാകുന്ന അതൊക്കെയാണ് നമ്മുടെ ഇഷ്ടങ്ങൾ. നമുക്കെന്ന് വെച്ചാൽ അനാവശ്യമായ ഇഷ്ടമാക്കാൻ പാടില്ല. എല്ലാം ഒരു ലിമിറ്റ് ആയിരിക്കുക. നമ്മളുടെ പരിധികളിൽ എല്ലാം നമ്മുടെ നമ്മുടെ കടിഞ്ഞാണിടണം എല്ലാ കാര്യങ്ങളും. ഏത് ആഗ്രഹങ്ങളും കൊള്ളാം, പക്ഷേ ഇതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. ഇതാണ് ഇവിടെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് ആചാര്യൻ വരുന്നത്. അത് നമ്മൾ എന്തുണ്ടാവണം, നമ്മൾ ആരും അതിനൊന്നും ചെയ്യണ്ട. സത്യസന്ധമായ നമ്മുടെ ജീവിതം കണ്ടിന്യൂസ് ചെയ്തുകൊണ്ട് പോയാൽ മതി. ആ ജീവിതത്തിലൂടെ നമുക്ക് ഭഗവാൻ എന്ത് തരും? വേണ്ടി വന്നാൽ നമുക്ക് ഗതികെട്ട ഒരു അവസരത്തിൽ നമ്മളെ ഭഗവാൻ ചിലപ്പോൾ നമ്മളെ നേരിട്ട് വന്ന് കണ്ട് സഹായിച്ചെന്നിരിക്കും. അതിന് യാതൊരുവിധ സംശയങ്ങളും ആർക്കും വേണ്ട. അതാണ് ഭഗവാൻ. എവിടെയും നമ്മൾ പറയാറുണ്ട്, മനുഷ്യര് തമ്മിൽ സമസമമുള്ളതാണെങ്കിൽ അവർ തമ്മിൽ ചേർക്കത്തില്ല, നന്നായി വരാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകത്തില്ല. നേരെ വെച്ച് ഭഗവാന്റെ ഗുണങ്ങളെല്ലാം സ്വീകരിക്കുകയാണെങ്കിൽ ഭഗവാൻ പറയും വന്നോളൂ, എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറയും, ചേർത്ത് നിർത്തും. അതാണ് ഭഗവാനും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. അത് നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ തന്നെ, ഈ പാതയിലൂടെ തന്നെ നമ്മളത് പഠിക്കും. വേറെ ആരും നമ്മളെ ചേർത്ത് നിർത്തില്ല. നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ വേറൊരാൾക്ക് അതുപോലെ വേറെ ഗുണമുണ്ടെങ്കിൽ അവർ നമ്മൾ ചേർക്കത്തില്ല. അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെന്ന് പറഞ്ഞു കളയും. പക്ഷേ ഭഗവാനാണ് കൃഷ്ണമണി പോലെ കണ്ണിലെ നമ്മളെ മനസ്സ്, എങ്ങനെ നമ്മൾ മനസ്സ് കൊടുക്കുന്നോ അതിൻ്റെ 10,000 മടങ്ങ് മനസ്സ് നമുക്ക് ആ ഭഗവാൻ എന്ന ഊർജ്ജം, അതിനുള്ള രൂപമാണ് സാക്ഷാൽ മഹാവിഷ്ണു. അദ്ദേഹം ഭഗവാന്റെ അവതാരങ്ങളായ നമ്മൾ അവതാരങ്ങൾ പലതും കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആഘോഷങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിൽ നമ്മൾ നടത്തുന്നുണ്ട്, ഭഗവാന്റെ ഓരോരോ അവതാരങ്ങളെ കുറിച്ച്. അതുകൊണ്ട് വിശ്വരൂപം കാണാൻ നമ്മൾ സാധാരണ അറിയുന്ന സഞ്ജയനും പിന്നെ അർജുനനും. പിന്നെ കോപം വരുന്ന സമയത്ത്, യുദ്ധത്തിനിടയ്ക്ക് കോപം വരുന്ന സമയത്ത് ഭീഷ്മരോട് ചെറിയ ദേഷ്യം വരും, ഭഗവാൻ സഹിക്കാനൊക്കെ അതിന് ബുദ്ധിമുട്ട് വരുമ്പോൾ ആ സമയത്ത് ദേഷ്യത്തിലാണ് ആർക്ക് കാണിച്ചു കൊടുക്കുന്നത്? നമ്മുടെ ഭീഷ്മ പിതാമഹൻ. അങ്ങനെയാണെങ്കിലും ഭഗവാനെ കാണാനുള്ള ഭാഗ്യം ഭീഷ്മ പിതാമഹനോട്, കാരണം അദ്ദേഹം സത്യസന്ധനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത്രയും നിങ്ങൾ കേട്ടിരിക്കുന്നതിൽ ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവളാണ്. അടുത്ത ശ്ലോകവുമായി ഞാൻ അടുത്ത ആഴ്ച വരും. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. നാരായണായ നമഃ, നാരായണായ നമഃ,
നാരായണായ നമഃ നാരായണായ നമഃ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമഃ. ഏ കണ്ട വിശ്വമതു ഇന്ദ്രാദിദേവകളു അർക്കേന്ദുവന്നികളോടൊക്കും ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിൻമൂലമക്ഷരമു ഓർക്കാറുമായി വരിക നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ.